ഹായ് ഫ്രണ്ട്സ്, മ്യൂച്വൽ ഫണ്ടിൽ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ് എന്ന് പലരും ചോദിക്കാറുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ നമുക്കറിയാം ഇൻവെസ്റ്റ് ചെയ്യാൻ 3 പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങളാണ് അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട രീതികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന് SIP ആണ്, അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഇതൊരു ലോണ് പോലെയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഒരു EMI അടക്കുന്നത് പോലെ ഓരോ മാസവും ഒരു ഫിക്സഡ് ഡേറ്റിൽ ഫിക്സഡ് എമൗണ്ട് മാർക്കറ്റ് ഏതവസ്ഥയിലായാലും ആ ഡേറ്റിൽ നാം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും സ്വീകാര്യമായതും ഏറ്റവും സേഫായമായ രീതിയാണ് SIP എന്ന് പറയുന്നത്. ഇപ്പോൾ സാമ്പത്തിക അച്ചടക്കം വളർത്താനും നമ്മുടെ സമ്പാദ്യ ശീലം വളർത്തിക്കൊണ്ട് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഇത് നമുക്ക് ലാർജ് ക്യാപ് ഫണ്ടുകളിലും സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലും മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലും അതേപോലെ ഒരു സെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലും അല്ലെങ്കിൽ റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വിറ്റിയിലും ഡെപ്റ്റിലും ഒരേപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഹൈബ്രിഡ് ഫണ്ടുകളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ് STP എന്ന് പറയുന്നത്, അതായത് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ. ഈ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് പറയുന്നത് ഇത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ കയ്യിൽ കുറച്ചധികം എമൗണ്ട് കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് ഒറ്റയടിക്ക് നമ്മുടെ കയ്യിലേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ പണം ഒന്നിച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മളതിനെ ഒരു STP രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ഇപ്പോൾ നമ്മളൊരു HDFC സ്മോൾ ക്യാപ് ഫണ്ടിൽ മാസത്തിൽ 10,000 രൂപ SIP ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 6 ലക്ഷം രൂപ ഒറ്റയടിക്ക് നമ്മൾ SIP ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്മോൾ ക്യാപ് ഫണ്ടിലേക്ക് നമുക്ക് നിക്ഷേപിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഒറ്റയടിക്ക് ഈ ഒരു 6 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നതിന് പകരം മാസത്തിൽ 50,000 രൂപ വെച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഒരു വർഷം കൊണ്ട് നമുക്ക് ഈ 6 ലക്ഷം രൂപ ഈ സ്മോൾ ക്യാപ് ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റഡ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ 6 ലക്ഷം രൂപ ഒന്നിച്ച് നമ്മൾ ഒരു HDFCയുടെ തന്നെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ HDFCയുടെ ഷോർട്ട് ടേം ഡ്യൂറേഷൻ ഡെപ്റ്റ് ഫണ്ടുകളുണ്ട്. അതിൽ നമുക്ക് 7 to 8% റിട്ടേൺ ഒക്കെ നമുക്ക് ഫിക്സഡ് ആയിട്ട് കിട്ടുന്ന ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളാണ്. അതിൽ ഈ ഒറ്റയടിക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ ഒരു STP ഓർഡർ സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാകുമ്പോൾ ഓരോ മാസവും കൃത്യമായിട്ട് 50,000 രൂപ ഈ ഒരു സ്മോൾ ക്യാപ് ഫണ്ടിലേക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ 6 ലക്ഷം രൂപ ഈ സ്മോൾ ക്യാപ് ഫണ്ടിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഡെപ്റ്റ് ഫണ്ടിൽ കിട്ടുന്ന റിട്ടേൺ ഇൻട്രസ്റ്റ് കൂടാതെ നമുക്ക് ഈ സ്മോൾ ക്യാപ് ഫണ്ടിൽ അതിൻ്റെ ഒരു NAV താഴ്ചകളിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന ഒരു അഡ്വാൻറ്റേജാണ് ഈ രീതിയിൽ STP ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. നമുക്കറിയാം NAVയിൽ ഏറ്റവും താഴ്ചയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ യൂണിറ്റുകൾ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ നമ്മൾ ഒരു വർഷം ഇങ്ങനെ സിസ്റ്റമാറ്റിക് ചെയ്യുമ്പോൾ 1, 2, 3 സന്ദർഭങ്ങളിലെങ്കിലും അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഗതിവിഗതികൾ പോലെ ചിലപ്പോൾ കൂടുതൽ സന്ദർഭങ്ങളിൽ നമുക്ക് താഴ്ചയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം കിട്ടിയെന്ന് വരാം. അപ്പോൾ ഇതാണ് STPയുടെ ഒരു പ്രത്യേകത. ഇത് നമ്മൾ കഴിഞ്ഞ ഈ STPയുടെ ഉദാഹരണത്തിൽ പറഞ്ഞ ഈ 6 ലക്ഷം രൂപ STP ചെയ്യുകയോ അല്ലെങ്കിൽ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുക എന്ന ഒരു വളഞ്ഞ വഴി പിടിക്കാതെ നേരിട്ട് ഈ 6 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് കരുതുക. അത്തരം സന്ദർഭങ്ങളിൽ എപ്പോഴാണ് ശരിയായ സമയം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ശരിക്കും പരിശോധിക്കുന്നത്. അപ്പോൾ R4Iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റ് ബിയറിഷായി അതിൻ്റെ ഡിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ബോട്ടം എത്തുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ലംസം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. എന്നാൽ ഡിപ്പിലെത്തി എന്ന് നാം എങ്ങനെ അറിയും? ഇതിന് നമ്മെ സഹായിക്കുന്ന ഒരു റേഷ്യോ മാർക്കറ്റിൽ നിലവിലുണ്ട്. അതാണ് PE റേഷ്യോ അഥവാ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ. ഇപ്പോൾ സ്റ്റോക്കുകളുടെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നമുക്കറിയാം. ഇതേപോലെ നിഫ്റ്റിയിലെ വിവിധ ഇൻഡെക്സുകളുടെ PE റേഷ്യോയും നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതിന് നമുക്ക് തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് ഇപ്പോൾ ട്രെൻഡ് ലൈൻ, അതുപോലെ സ്ക്രീനർ, ടിക്കറ്റ് ടൈപ്പ് തുടങ്ങി പല തേർഡ് പാർട്ടി വെബ്സൈറ്റുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് സൈറ്റിൽ പോയി കഴിഞ്ഞാലും ഈ പറയുന്ന ഇൻഡെക്സുകളുടെ PE റേഷ്യോ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ PE റേഷ്യോ ഏറ്റവും താഴ്മ്പോഴാണ് നാം സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് അണ്ടർ വാല്യൂഡായി നിൽക്കുകയാണ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഈ തേർഡ് പാർട്ടി വെബ്സൈറ്റിൽ PE കണ്ടെത്തിയ ശേഷം
ഈ പി പ്രകാരം ഇൻഡെക്സ് ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ അഥവാ ഫെയർ വാല്യൂഡ് ആണോ എന്നെങ്ങനെ നാം മനസ്സിലാക്കും? ഇവിടെയാണ് ഹിസ്റ്റോറിക്കൽ പി ഇ റേഷ്യോയുടെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ പി ഇ ആവറേജ് എടുത്തുകൊണ്ട് മീഡിയൻ പി ഇ മനസ്സിലാക്കി അതിലും താഴെ പി ഇ പോവുകയാണെങ്കിൽ നമുക്ക് ലംസം പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള 5 ഇൻഡെക്സുകളുടെ പ്രസൻറ്റ് പി ഇ ഓവർ വാല്യൂഡ് ആണോ അല്ലെങ്കിൽ ഇപ്പോൾ അണ്ടർ വാല്യൂഡ് ആണോ എന്നാണ് നാം പരിശോധിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റി 50 പരിശോധിക്കാം. നിഫ്റ്റി 50 ഇൻഡെക്സിൽ നമുക്കറിയാം ധാരാളം മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അപ്പോൾ നിഫ്റ്റി 50 ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടിൽ ലംസം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നിഫ്റ്റി 50 ഇൻഡെക്സിൻ്റെ പി ഇ ആണ് നാം ട്രാക്ക് ചെയ്യേണ്ടത്. നിലവിലുള്ള നിഫ്റ്റി 50യുടെ കറണ്ട് പി ഇ എന്ന് പറയുന്നത് 22 1 ഇയർ ലോ എന്ന് പറയുന്നത് 20.4 2 ഇയർ ലോ 18.9 5 ഇയർ ആവറേജ് ലോ 17.2 അപ്പോൾ ഈ ഒരു വാല്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് കിട്ടുക 19 എന്ന പി ഇ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ ലംസമായിട്ട് പണം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ പി ഇ റേഷ്യോ 19 എത്തിയാൽ ആണ് ഏറ്റവും സേഫ്. എങ്കിലും 20 താഴെ പി ഇ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അടുത്തത് നിഫ്റ്റി 100 ആണ്. അപ്പോൾ ലാർജ് ക്യാപ്പ് ബ്ലൂ ചിപ്പ് മ്യൂച്വൽ ഫണ്ടിലോ അതല്ലെങ്കിൽ നിഫ്റ്റി ടോപ്പ് 100 മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ലംസം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നാം ട്രാക്ക് ചെയ്യേണ്ടത് നിഫ്റ്റി ടോപ്പ് 100 ഇൻഡെക്സ് ആണ്. അപ്പോൾ നിലവിൽ നിഫ്റ്റി 100ൻ്റെ കറണ്ട് പി ഇ റേഷ്യോ 22.7 1 ഇയർ ലോ എന്ന് പറഞ്ഞാൽ 20.9 2 ഇയർ ലോ 19 5 ഇയർ ലോ 18.9 അപ്പോൾ ഇവിടെയും നമ്മൾ നിഫ്റ്റി 50 പോലെ 19 എന്ന പി ഇ ആണ് ഏറ്റവും ആവറേജ് ആയിട്ട് നമുക്ക് അനുയോജ്യമായിട്ടും തോന്നുന്നത്. എങ്കിലും 20 താഴെ പി ഇ വരികയാണെങ്കിൽ ലംസം ആലോചിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു കൺക്ലൂഷനിൽ പറയുകയാണെങ്കിൽ നിഫ്റ്റി ലാർജ് ക്യാപ്പ് ബ്ലൂ ചിപ്പ് ആയാലും ഇൻഡെക്സ് ഫണ്ടിലായാലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 20 താഴെ പി ഇ വന്നാൽ മാത്രമേ ഒരു ലംസമിനെ കുറിച്ച് ആലോചിക്കാവൂ എന്നുള്ളതാണ്. അടുത്തത് ഏതെങ്കിലും മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിലാണ് ലംസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിഫ്റ്റി 150 മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ്, അതിൻ്റെ പി ഇ ആണ് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നിലവിലെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150യുടെ കറണ്ട് പി ഇ റേഷ്യോ 35.5 എന്ന ഹൈ വാല്യൂവിലാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ 1 ഇയർ ലോ എന്ന് പറയുന്നത് 24 ആണ് 2 ഇയർ ലോ 23.2 ആണ് 5 ഇയർ ലോ 23.2 അപ്പോൾ 23 എന്നുള്ളൊരു പി ഇ ആണ് ഏറ്റവും അനുയോജ്യം. എങ്കിലും 24 താഴെ പി ഇ വരികയാണെങ്കിൽ ലംസം ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ഈ മിഡ് ക്യാപ്പ് ഫണ്ടിൽ ആലോചിക്കാവുന്നതാണ്. ഇനി ഏതെങ്കിലും സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങൾക്ക് ലംസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിഫ്റ്റി 250 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെ പി ഇ റേഷ്യോ ആണ് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത്. നിലവിലെ നിഫ്റ്റി സ്മോൾ ക്യാപ്പിൻ്റെ കറണ്ട് പി ഇ റേഷ്യോ എന്ന് പറയുന്നത് 29.2 എന്ന് പറയുന്ന ഹൈ വാല്യുവേഷനിലാണ് നമ്മൾ കാണുന്നത്. 1 ഇയർ പി ഇ ആണെങ്കിൽ 18 2 ഇയർ പി ഇ ലോ എന്ന് പറയുന്നത് 16.9 5 ഇയർ പി ഇ ലോ 16.9 അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 17 എന്ന പി ഇ ആണ് ഏറ്റവും അനുയോജ്യമായി തോന്നുന്നത്. എങ്കിലും 18 താഴെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ ലംസം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. നമുക്കറിയാം സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത് വളരെയധികം റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഈ ഒരു പി ഇയിൽ എത്തിയാൽ മാത്രം ലംസം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്തായി നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്ലെക്സി ക്യാപ്പിലാണ് അല്ലെങ്കിൽ ഒരു നിഫ്റ്റി 500 ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സിലാണ് നിങ്ങൾ ലംസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നിഫ്റ്റി 500 ടോട്ടൽ മാർക്കറ്റ് റിട്ടേൺ ഇൻഡെക്സ് ആണ്. അപ്പോൾ നിലവിൽ നിഫ്റ്റി 500ൻ്റെ ഒരു കറണ്ട് പി ഇ എന്ന് പറയുന്നത് 24.7 എന്ന ഒരു വാല്യുവേഷനിലാണ് നമ്മൾ കാണുന്നത്. 1 ഇയർ ലോ എന്ന് പറയുന്നത് 21.6 2 ഇയർ ലോ 19.4 5 ഇയർ ലോ 19.4 അപ്പോൾ 20 എന്ന പി ഇ ആണ് ഏറ്റവും അനുയോജ്യമായിട്ട് ഇവിടെ നമുക്ക് കാണുക. എങ്കിലും 21 താഴെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലെക്സി ക്യാപ്പുകളിൽ ലംസം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ഫ്ലെക്സി ക്യാപ്പ് കൂടാതെ ഇപ്പോൾ നമുക്ക് മൾട്ടി ക്യാപ്പ് ഫണ്ടുകളിലും ഇതേപോലെ ഈ ഒരു ഇൻഡെക്സ് വെച്ചുകൊണ്ട് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ പ്രധാനമായിട്ടും മാർക്കറ്റ് ക്യാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് ഇവിടെ പരിഗണിച്ചത്. എന്നാൽ ഇത് കൂടാതെ നമുക്കറിയാം തീമാറ്റിക് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, സെക്ടോറൽ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, സ്ട്രാറ്റജിക്കൽ ഇൻഡെക്സുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അതാത് ഇൻഡെക്സുകളുടെ പി ഇ ട്രാക്ക് ചെയ്തുകൊണ്ട്
അതിൻ്റെ മീഡിയൻ ലോ പി ഇ കണ്ടെത്തി അതിൽ താഴെ വരുമ്പോഴാണ് നമ്മൾ ലംസം ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും ഹൈ പി ഇയിൽ പോയിട്ട് അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ലംസം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത്തരം സന്ദർഭങ്ങളിൽ SIP തുടരുക, അല്ലെങ്കിൽ നിർബന്ധമാണെങ്കിൽ STP പോലെയുള്ള കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.